നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ നിമിഷ നിപുൺ. വീട്ടിൽ തന്നെ ഒരു സ്കിൻ കെയർ ക്രീം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കിൻ കെയർ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ബദാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബദാമിൽ ധാരാളം പ്രകൃതിദത്തമായിട്ടുള്ള വിറ്റാമിൻ ഇ ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിലെ കറുത്ത പാടുകൾ, ചുളിവുകൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ് ബദാമിൽ അടങ്ങിയിട്ടുള്ള ഈ ഘടകങ്ങൾ. ഇനി നമുക്കിത് തലേദിവസം രാത്രി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കാം. 15 എണ്ണമാണ് ഞാൻ ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ. അപ്പം ഇതിൻ്റെ തൊണ്ടൊക്കെ ഈ പുറത്തെ തോട് നമുക്ക് ഇതിന് ആവശ്യമില്ല ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് മിക്സിയിലൊക്കെ നമുക്ക് അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും വളരെ ഒരു പേസ്റ്റ് പരുവത്തിലൊന്നും അതായി കിട്ടില്ല. അപ്പം നമുക്കത് ആവശ്യമില്ല. അപ്പം നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് ഈ 15 എണ്ണത്തിൻ്റെയും ആ പുറത്തെ തൊണ്ട് വേർതിരിച്ചിട്ട് ആ വൈറ്റ് പാർട്ട് മാത്രം നമുക്ക് എടുക്കാം. ആ പരിപ്പ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് മാത്രം ഇങ്ങനെ ഉരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ബദാമിൻ്റെ ആ വെള്ള ഭാഗം മാത്രം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. പറ്റുമെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. ചില സമയത്ത് ഇത് അരയില്ല. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടില്ല. ഒരു പാകത്തിന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്ന് ഇനി ആ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അത് അരിപ്പ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ചണ്ടി ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് ക്രീമൊക്കെ ചേർക്കുന്ന കറികളിലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ അതിന്. നമുക്കിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ ബദാമിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട്. അത് മതി കേട്ടോ നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് ചേർക്കാൻ പോണ ഇൻഗ്രീഡിയൻറ്റ് കുങ്കുമാതി തൈലമാണ്. കുങ്കുമാതി തൈലം സ്കിന്നിന് വളരെ നല്ലതാണ്. കറുത്ത പാടുകൾ കുറയ്ക്കാൻ, മുഖക്കുരു മാറ്റാൻ, അതുപോലെ ചുളിവുകളൊക്കെ മാറ്റാൻ, ഒരു പ്രായം തോന്നിക്കുന്നത് അല്ലെങ്കിൽ പ്രായമാവുന്നത് കുറയ്ക്കാനൊക്കെ വളരെ നല്ല ഒരു തൈലമാണ് കുങ്കുമാതി തൈലം. ഇപ്പോൾ നിങ്ങൾക്ക് കുങ്കുമാതി തൈലം ഇല്ലെങ്കിൽ ഏലാതി തൈലം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് എടുക്കുന്നത്. എൻ്റേത് ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എടുക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ 1-2 തുള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറ്റാർ വാഴയുടെ ജെല്ലാണ്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള കറ്റാർ വാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബഞ്ചാറാസിൻ്റെ കറ്റാർവാഴയുടെ ജെല്ലാണ്. അതിൽ ലേശം ഒരു കളറുണ്ട്, ഒരു ഗ്രീനിഷ് കളറുണ്ട് അതിനകത്ത്. നിങ്ങളിപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കളറൊന്നും ഇല്ലാത്തത് വാങ്ങിക്കണം. ഞാനിത് കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വേറെ കളറില്ലാത്ത ഇതില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. ഇനി ഏകദേശം ഇതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതൊരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം, ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കറ്റാർവാഴ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ശരിക്കും ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ കുറച്ച് കറ്റാർവാഴ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിത് നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നോക്കുക. എന്നിട്ട് ആ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറ്റാർവാഴ ചേർക്കുന്നത് നിർത്താം. നമുക്ക് ആ ക്രീം കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്ക് കുറച്ച് കറ്റാർവാഴ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറ്റാർവാഴ മുഖചർമ്മത്തിന് ശരിക്കും നല്ലതാണ്, നന്നായിട്ട് നറിഷ് ചെയ്യും, നല്ലൊരു മോയ്സ്ചറൈസറാണ്. സ്കിന്നിനെ എപ്പോഴും നല്ല മാർദ്ദവമുള്ളതാക്കി തീർക്കും സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. അപ്പം നമ്മളുടെ ക്രീം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിൽ അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഒരു നല്ല പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ ഈ ബോട്ടിൽ കുറച്ച് വലുതാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ചെറിയ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതിൽ നല്ല ഭംഗിയുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആക്കി വെക്കാം കേട്ടോ.
നമുക്ക് ഏകദേശം ഒരു 30 to 35 ഗ്രാം ക്വാണ്ടിറ്റി ക്രീം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ക്രീം മുഖത്തും കഴുത്തിലും അതുപോലെ പാടുകളുള്ള സ്ഥലത്ത് കൈകളിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ നല്ല എഫക്റ്റീവാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കി വെച്ച് നിങ്ങൾക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ കിട്ടുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. എപ്പോഴും അലോവേര സെലക്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര തന്നെ സെലക്ട് ചെയ്യണം. കളർ ഇല്ലാത്തത് സെലക്ട് ചെയ്യും. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത അലോവേരയുടെ കളറ് ഒരു ഗ്രീനിഷ്, ലൈറ്റ് ഗ്രീനിഷ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ക്രീമിന് അങ്ങനത്തെ ഒരു കളറ്. 10-12 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ദിവസത്തേക്ക് നിങ്ങൾക്കത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫ്രിഡ്ജിൽ നോർമൽ ടെമ്പറേച്ചർ, അതായത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കണം എന്നില്ല, അല്ലാതെ നോർമൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത് 1 മാസം വരയ്ക്കും ഉപയോഗിക്കാൻ പറ്റും. വളരെ എഫക്റ്റീവാണ്. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ നമ്മളുടെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്രിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ, ഡാർക്ക് സ്പോട്ടുകൾ, സൺ ടാനിങ് ഒക്കെ കുറയ്ക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. പിന്നെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതിൽ പറഞ്ഞ പ്രകാരം 2 ടീസ്പൂൺ നിങ്ങൾക്ക് കുങ്കുമാതി തൈലം യൂസ് ചെയ്യാം ക്രീം ഉണ്ടാക്കുന്ന സമയത്ത്. അല്ലാത്ത ഓയിലി സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ 1-2 തുള്ളി കുങ്കുമാതി തൈലം യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കച്ചാർവാഴ അലർജിക് ആയിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ചോദിക്കാറുണ്ട് എപ്പോഴും ഓവർ നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം പറഞ്ഞു തരുമെന്ന്. എപ്പോഴും ഞാൻ പൊതുവെ നൈറ്റ് ടൈമിൽ നമ്മളുടെ മുഖത്ത് രാത്രി കിടക്കുന്ന സമയം മുഖം നന്നായിട്ട് വൃത്തിയാക്കി വെക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ മുഖം ഒരു നാച്ചുറൽ അവസ്ഥയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുക. നൈറ്റിൽ നമ്മൾ പൊതുവെ ഒരു ക്രീമും ഒരു ലോഷനും ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പം എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ക്രീം ഉപയോഗിക്കാം. അല്ലാത്തവരൊക്കെ പൊതുവെ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു ക്രീം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് തേച്ച് ഇടാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രീമല്ല. ചില സമയത്ത് നമുക്ക് സൺ ടാനിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്കിൻ കെയർ ക്രീം അല്ലെങ്കിൽ സ്കിൻ കെയർ മെഡിസിൻ എന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ക്രീമിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.